അല്ലു അർജുൻ നായകനാകുന്ന പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട ഒരു സ്ത്രീ മരിച്ചു. ഹൈദരാബാദ് ദിൽസുഖ് നഗർ സ്വദേശിനി രേവതിയാണ് മരിച്ചത്. തിക്കിലും തിരക്കിലും പെട്ട ബോധം കെട്ടുവീണ കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. 2 പേർക്ക് ഗുരുതര പരിക്കുകളെന്നും റിപ്പോർട്ടുകളുണ്ട്. ബുധനാഴ്ച രാത്രി 11 മണിക്കാണ് ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിൽ പുഷ്പ 2 സിനിമയുടെ പ്രീമിയർ ഷോ വെച്ചിരുന്നത്. റിലീസിനോട് അനുബന്ധിച്ച് തിയേറ്ററിലേക്ക് അപ്രതീക്ഷിതമായി അല്ലു അർജുനും സംവിധായകൻ സുകുമാറും എത്തിയിരുന്നു. ആരാധകരുടെ ആവേശം അതിര് കടന്നതോടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് പാടുപെട്ടു. അല്ലു അർജുനെ കാണാൻ തടിച്ചുകൂടിയ ആരാധകരും പോലീസും തമ്മിൽ സംഘർഷാവസ്ഥയുണ്ടായി. ജനക്കൂട്ടത്തിന് നേരെ പോലീസ് ലാത്തി വീശിയതാണ് സംഘർഷത്തിന് കാരണമായതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വൻ വിജയമായി മാറിയ പുഷ്പ ദി റൈസിൻ്റെ 2ാം ഭാഗമാണ് പുഷ്പ ദി റോൾ. 3 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന അല്ലു അർജുൻ്റെ ചിത്രമാണ് പുഷ്പ 2. 2024 ഡിസംബർ 4 രാത്രി 9:30 പുഷ്പയുടെ ആദ്യ ഷോ നടത്താൻ തെലങ്കാന സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളിൽ 1120 രൂപയും മൾട്ടിപ്ലക്സുകളിൽ 1230 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. 800 രൂപയുടെ വർധനവാണിത്. ഇതിന് പുറമെ പുലർച്ചെ 1 മണി, 4 മണി എന്നീ സമയങ്ങളിലും ഷോ നടത്തുന്നതിന് തെലങ്കാന സർക്കാർ അനുമതി നൽകിയിരുന്നു. അധിക നിരക്കിൽ ആദ്യ ഷോ കാണാനെത്തിയ ആരാധകർക്കാണ് ഹൈദരാബാദിലെ തിക്കിലും തിരക്കിലും പെട്ട് പരിക്കുണ്ടായത്. ഡിസംബർ 5 ചിത്രത്തിൻ്റെ ആഗോള റിലീസ്. തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ, ബംഗാളി ഭാഷകളിലാണ് ചിത്രം റിലീസിന് എത്തുന്നത്. ന്യൂസ് ഡെസ്ക് മല്ലു 1.